ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മുടെ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 9ാമത്തെ അധ്യായം 8ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് വായിക്കുന്നത്. പ്രകൃതിം സ്വാം അവസ്ഥഭ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമം ഇമം കൃഷ്ണം അവസം പ്രകൃതേർവസാത്. പ്രകൃതിം സ്വാം അവസ്ഥഭ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമം ഇമം കൃഷ്ണം അവസം പ്രകൃതേർവസാത്. എല്ലാവരും ഒരു പ്രാവശ്യം റിസൈറ്റ് ചെയ്തോളൂ. हरे कृष्ण प्रभु जी। प्रकृतिं सोमवष्टभ्यां विसृजामि पुनः पुनः भूतग्राममिदं कृष्णम् अवशं प्रकृतेर्वशात्. प्रकृतिं स्व अवष्टाभ्या विसृजामि पुनः पुनः भूतग्रामम् इमं कृष्णम् अवसं प्रकृतेर्वशात्. हरे कृष्ण। मनोज प्रभु। प्रकृति स्वयं वर्षभ्य विसृजामि पुनः पुनः भूतग्रामामि कृष्णमवशं प्रकृतेर्वशात्. हरे कृष्णा। प्रकृतिं स्वम् अवस्थभ्या विसृजामि पुनः पुनः भूतग्रामम् इमं कृष्णम् अवसं प्रकृतेर्वशात्. The whole cosmic order is under me. Under my will, it is automatically manifested again and again. And under my will, it is annihilated at the end. ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ ഇച്ഛാനുസരണമാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുന്നത്, അതിൻ്റെ പരിപാലനം നടക്കുന്നത്, അതിൻ്റെ സംഹാരം നടക്കുന്നത്. അത് ഫ്രീക്വന്റ് ഇന്റർവെല്ലിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെ. ബ്രഹ്മസംഹിതനും അതന്നെ പറയും, സൃഷ്ടിസ്ഥിതി പ്രളയ അല്ലെ. ആ ഒരു ശ്ലോകം എന്താണ് ഇവിടെ ഉണ്ട്. സൃഷ്ടിസ്ഥിതി സൃഷ്ടിസ്ഥിതി പ്രളയ സാധന ശക്തിരേഖ ഛായേ വയ്യസ്യ ഭുവനാനി വിഭർത്തി ദുർഗ ഇച്ഛാനുരൂപം അഭി യസ്യ ച ചേഷ്ടതേ സാ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഇച്ഛാനുരൂപം ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആഗ്രഹിച്ച കാര്യം നടക്കും. എനിക്ക് രസഗുള്ള വേണമെന്ന് പറഞ്ഞ് ഡിം പറഞ്ഞിട്ട് രസഗുള്ള വരുമില്ല. ഭഗവാൻ ഇച്ഛ മാത്രം പ്രകടിപ്പിച്ചാൽ മതി. ഈവൻ നമ്മള് ഗോളകൂർധാവനത്തിലും അധ്യാത്മിക ലോകത്തിലും എവിടെ പോയാലും കൽപ്പത്തരു വൃക്ഷമുണ്ട്. എന്താഗ്രഹിക്കുന്നു കൽപ്പത്തരുവാണ്.
ഡിസയർ ഫുൾഫില്ലിംഗ് ട്രീ. എന്താഗ്രഹിക്കുന്നോ അത് സാധിക്കും. അവിടെ ഇച്ഛിക്കുന്നുണ്ട്, നമുക്ക് പ്രയത്നിക്കേണ്ട ഒരു ആവശ്യമില്ല. സുരഭി പശുക്കളുണ്ട്, എത്ര വേണമെങ്കിൽ പാലും എന്ത് വേണമെങ്കിൽ തരും. അപ്പൊ ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇവിടെ ഒരുപാട് പ്രയത്നിക്കണം. പ്രയത്നിച്ചാലും അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നമ്മൾ ആഗ്രഹിച്ച പ്രകാരം അതിന്റെ റിസൾട്ട് വരണമെന്ന് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ഭഗവാനും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരും ജസ്റ്റ് ആഗ്രഹിച്ചാൽ മതി, സംഭവിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഹോൾ കോസ്മിക് ഓർഡർ ഈസ് അണ്ടർ മീ. വേറൊരു ശ്ലോകത്തിൽ പറയുന്നത് മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഏതു നാനേന കൗന്തേയ ജഗത് വിപരിവർത്തത. ഏകദേശം അതേ മീനിങ്ങിനാണ് വരുന്നത്. ദ ഹോൾ കോസ്മിക് ഓർഡർ ഈസ് അണ്ടർ മീ. അണ്ടർ മൈ വിൽ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഓക്കെ, വന്നും പോയി കൊണ്ടിരിക്കുന്നു. ഈ സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, വീണ്ടും സൃഷ്ടി, സ്ഥിതി, സംഹാരം. അപ്പൊ അത് മാനിഫെസ്റ്റഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഭഗവാന്റെ ഇച്ഛാനുസരണം അത് അവസാനം സംഹരിക്കപ്പെടുന്നു, അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മള് വളരെ ബുദ്ധിമുട്ടിയിട്ട് നല്ലൊരു പാലസ് ഉണ്ടാക്കി, ഓക്കെ, അതിനെ നമ്മളോട് പറയാണ് നശിപ്പിക്കാൻ പറഞ്ഞ നമുക്ക് और क्या है, एक और बात कुछ रह गया है, ऐसा लग रहा है, വോ याद नहीं आ रहा, जब आए तो मैं बोलूंगी मैं तुझे. हाँ? വോ നമ്മളോട് പറയാണ് നശിപ്പിക്കാൻ. നല്ലൊരു പാലസ് ഉണ്ടാക്കി നമ്മളോട് പറയാ നശിപ്പിക്കാൻ പറഞ്ഞ നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ? പക്ഷെ ഭഗവാന് യാതൊരു മടിയില്ല. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തിനെ യാതൊരു മടിയും കൂടാതെ എങ്ങനെ എത്ര ഉത്സാഹത്തോടു കൂടി സൃഷ്ടിക്കുന്നു അത്രയും ഉത്സാഹത്തോടെ അതിനെ പരിപാലിക്കുന്നു, അത്രയും ഉത്സാഹത്തോടെ അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. കുട്ടികളെ ഈ ബീച്ചിലൊക്കെ പോയാൽ കുട്ടികളെ മണൽ കൊണ്ട് കാസിൽസ് ഉണ്ടാക്കും അല്ലേ, വലിയ വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കും. 1 മണിക്കൂറൊക്കെ അതിനെ കണ്ട് കളിച്ച് ആനന്ദിച്ച് അത് കഴിഞ്ഞ് വിട്ടു പോകുമ്പോൾ അതിനെല്ലാം യാതൊരു ഇതുമില്ലാണ്ട് അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് തകർത്ത് വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ ഭഗവാൻ അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് പറ്റില്ല. നമ്മൾ ഇത്ര ബുദ്ധിമുട്ടി എഫേർട്ട് എടുത്തിട്ട് അത് ഉണ്ടാക്കിയേ നശിപ്പിക്കാൻ പറഞ്ഞ് നശിക്കാൻ പറ്റില്ല. ഭഗവാൻ എന്താണ് ടോട്ടലി ഡിറ്റാച്ച്ഡ് ആണ്. ഭഗവാന് ഒരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ, തൻ്റെ മക്കളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് മാത്രം ഉണ്ടാക്കിയതാണ് ഈ ഭൗതിക ലോകം. അതിൻ്റെ ഭഗവാന്റെ ഉദ്ദേശം നമ്മളെ തിരിച്ചു കൊണ്ടുവരിക, നമ്മളുടെ ഭൗതിക ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി തന്നിരിക്കുക. അപ്പൊ ആ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ച് മതിയാവുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപായം മാത്രമാണ് ഈ ഭൗതിക ലോകം. ഇവിടെ പെർമനന്റ് ആയിട്ട് തൻ്റെ മക്കളെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ അഡമന്റാണ്. കളിച്ച് തീർന്നിട്ടില്ല, പൂതി തീർന്നിട്ടില്ല. വീണ്ടും വീണ്ടും പുനരഭി ജനനം പുനരഭി മരണം അല്ലെ, വീണ്ടും വീണ്ടും അത് നമ്മൾ ഏതെങ്കിലും മനുഷ്യജന്മോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ അല്ലെങ്കിൽ വേറെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പ്രയാസം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം ഭഗവാന്റെ അധ്യക്ഷതയിലാണ്. ഭഗവാനാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. ഭഗവാന്റെ ശക്തിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവസാനം നശിപ്പിക്കുന്നതും ഭഗവാനാണ്. ഇതിൽ വേറെ ആളുടെയും ഒരു റോളില്ല എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. ദിസ് മെറ്റീരിയൽ വേൾഡ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഇൻഫീരിയർ എനർജി ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ദിസ് ഹാസ് ഓൾറെഡി ബീൻ എക്സ്പ്ലെയിൻഡ് സെവറൽ ടൈംസ്. ഭഗവാന്റെ എനർജി പക്ഷേ ഇൻഫീരിയർ എനർജിയാണ്. ഭൗതിക ലോകം ഏത് എനർജിയിലാണ്? എക്സ്റ്റേണൽ എനർജി. എക്സ്റ്റേണൽ എനർജി മറ്റ് എനർജികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇൻഫീരിയർ ആണ് അല്ലെ. മറ്റു എനർജി ഏതാണ്? ഇന്റേണൽ എനർജി ആൻഡ് മാർജിനൽ എനർജി. ഓക്കെ, മാർജിനൽ എനർജിയും സുപ്പീരിയർ ആണ് അതെ. പക്ഷെ ആ മാർജിനൽ എനർജി ഇൻഫീരിയർ എനർജിയുടെ അധീനത്തിൽ വരുന്നു. കാരണം എന്താ? മാർജിനൽ എനർജി സുപ്പീരിയർ എനർജി.
ഇന്റേണൽ എനർജി, സുപ്പീരിയർ എനർജി. പക്ഷെ ആ സുപ്പീരിയർ എനർജി ആയിട്ടുള്ള മാർജിൻ എനർജി ഇൻഫീരിയർ എനർജിയുടെ കീഴിൽ വരാനുള്ള കാരണം എന്താ? False ego, Prabhu. നമുക്ക് ഇവിടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം നമ്മളത് തിരിച്ചറിയാതെ Encaged inside the body. Encaged inside the body, okay. പിന്നെ I am this body എന്നുള്ളൊരു ഫീലിംഗ്, പ്രഭു. ഓക്കെ, യെസ്. പിന്നെ ഇവിടെ കീഴ്പ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം. Lord it over. നമ്മുടെ ഇൻഫീരിയർ അല്ല, നമ്മുടെ സുപ്പീരിയർ എനർജിയാ. ആ സുപ്പീരിയർ എനർജി ആയിട്ടുള്ള നമ്മുടെ ഭഗവാന്റെ തന്നെ എനർജിയായി നമ്മളെ ചൂഷണം ചെയ്യാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ അധീനത്തിൽ വരുന്നത്. നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഭഗവാൻ എനർജിയാണ്, ഇൻഫീരിയർ ആണ് ശരി, സുപ്പീരിയർ എനർജി ആയാലും ശരി, ഭഗവാൻ എനർജിയാണ് അല്ലെ. ആ ഭഗവാന്റെ എനർജിയെ നമ്മളുടെ കൺട്രോളിൽ, നമ്മൾ വളരെ ഇൻഫിനിറ്റിസിമലാണ്. നമ്മൾ സുപ്പീരിയർ എനർജി ആണെങ്കിലും കൂടിയിട്ട് ഇൻഫിനിറ്റിസിമലാണ്. ഭഗവാൻ ഇൻഫിനിറ്റ് ആണ്, ഭഗവാൻ എനർജി ഇൻഫിനിറ്റ് ആണ്. പക്ഷെ നമ്മുടെ മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന, നമ്മുടെ അംശങ്ങളാണ്, വളരെ ഇൻഫിനിറ്റിസിമിലാണ്. ആ എനർജി, ആ ജീവാത്മാ ഭഗവാന്റെ ഇത്രയും വലിയ ഇൻഫീരിയർ എനർജിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഭഗവാന്റെ എനർജി, അപ്പൊ അതിന്റെ അധീനത്തിൽ വരും. അത് മായ നമ്മളെ പ്രലോഭിപ്പിച്ച് മായയുടെ ആ ക്ലച്ചസിന്റെ കീഴിൽ കൊണ്ടുവരാണ്. അപ്പോ ടെക്നിക്കലി സ്പീക്കിംഗ് വി ആർ സുപ്പീരിയർ എനർജി. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ സുപ്പീരിയർ എനർജിയെ പറയാൻ കാരണം? എന്തുകൊണ്ടാണ് നമ്മൾ സുപ്പീരിയർ എനർജി എന്ന് പറയാൻ കാരണം? We are part and parcel of Krishna, Prabhu. തീർച്ചയായിട്ടും അത് പക്ഷെ ഒന്ന് എലാബറേഷൻ ആവശ്യമുണ്ട്. Why are we called superior energy? Is it because we are Prabhu അംശമാണ് ഭഗവാന്റെ? Yes, we are spirit in nature. The spirit in nature. Okay. മറ്റത് ജഡമാണ്. ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി, പ്രകൃതി എന്താണ്? ജഡമാണ്, കോൺഷ്യസ് അല്ല. വി ആർ സെന്റിയന്റ് ബീയിങ്സ്. കോൺഷ്യസ് ഉണ്ട്, ചേതനയുണ്ട്. നമ്മുടെ സ്പിരിറ്റ് ആണ്. നമ്മുടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ആത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീരത്തല്ല. ശരീരം തീർച്ചയായിട്ടും പ്രകൃതി കൊണ്ടുണ്ടാക്കിയതാണ്. ശരീരം പ്രകൃതിയാണ്, പക്ഷെ ആത്മാവ് സച്ചിദാനന്ദമാണ്, സ്പിരിറ്റാണ് അല്ലേ? ആ വ്യത്യാസമാണ് മനസ്സിലാക്കുക. അപ്പൊ വി ആർ സ്പിരിറ്റ് ഇൻ നേച്ചർ. പ്രകൃതി ഈസ് മാറ്റർ ഓൺലി, മെറ്റീരിയൽ. അപ്പോ മാറ്റർ ആണോ സുപ്പീരിയർ, സ്പിരിറ്റ് ആണോ സുപ്പീരിയർ? സ്പിരിറ്റ്. അതുകൊണ്ടാണ്. സോ പക്ഷെ എങ്കിലും ഭഗവാന്റെ ആ ഇൻഫീരിയർ എനർജി, നേച്ചർ, പ്രകൃതി, ഇറ്റ് ഈസ് വാസ്റ്റ്, ഇസ് ബിഗ്. നമ്മൾ വളരെ ചെറുതാണ്. പക്ഷെ ഈ ചെറിയ അംശമായിട്ടുള്ള ഭഗവാന്റെ നമ്മളുടെ സ്പിരിറ്റ്, ആ ഭഗവാന്റെ വലിയ മെറ്റീരിയൽ എനർജിയെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രകൃതിയുടെ ആ ഒരു ക്ലച്ചസിൽ വരുന്നത്. So, at the creation, the material energy is let loose as the Mahatattva, into which the Lord, as his first Purusha incarnation, Mahavishnu enters. Mahatattva, material energy, is let loose as Mahatattva, into which the Lord, as his first Purusha incarnation, Mahavishnu enters. There. He lies within the causal ocean and breathes out innumerable universes. അപ്പൊ അതിനെ പ്രധാനം എന്ന് പറയും.
പ്രധാൻ എന്ന് പറഞ്ഞാൽ അൺമാനിഫെസ്റ്റഡ് മെറ്റീരിയൽ നേച്ചർ. പ്രധാൻ പറഞ്ഞാൽ അൺമാനിഫെസ്റ്റഡ് മെറ്റീരിയൽ നേച്ചർ. അപ്പോ ആ മെറ്റീരിയൽ എനർജിയെ അതിലേക്ക് കടത്തിവിടുന്നു. അതിൽ പുരുഷ ഇൻകാർണേഷൻ ഫസ്റ്റ് മഹാവിഷ്ണു ശയിക്കുന്നു. ആ മഹാവിഷ്ണു ശ്വസിക്കുമ്പോൾ, ശ്വാസം വിടുമ്പോൾ, ഇൻ അതർ വേർഡ്സ് അദ്ദേഹത്തിന്റെ സ്കിൻ പോഴ്സിന്ന് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിവേഴ്സസ് അപ്പിയേഴ്സ്. ഓരോ യൂണിവേഴ്സിനും ഹി ഫർദർ എക്സ്പാൻഡ്സ് ആസ് ഗർഭോസായ വിഷ്ണു ആൻഡ് എൻറ്റേഴ്സ്. അതാണ് പറയുന്നത്. ആൻഡ് ഇൻ ടു ഈച്ച് യൂണിവേഴ്സ് ദ ലോർഡ് അഗെയിൻ എൻറ്റേഴ്സ് ആസ് ഗർഭോസായ വിഷ്ണു. ഈച്ച് യൂണിവേഴ്സ് ഈസ് ഇൻ ദാറ്റ് വേ ക്രിയേറ്റഡ്. He still further manifests himself as Shirasai Vishnu. Further, അദ്ദേഹം എക്സ്പാൻഡ് ചെയ്യുന്നു, ചെയ്യുന്നു. ഓരോ ആറ്റമിലും അദ്ദേഹം എൻ്റർ ചെയ്യുന്നു. And that Vishnu enters into everything, even into the minute atom. This fact is explained here. He enters into everything. ഇതാണ് പുരുഷാവതാരം. ഭഗവാന്റെ ഏതേച്ചാംസ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. ബാക്കിയൊക്കെ കലാപുംസ, അംശ കല. ഭഗവാന്റെ പോർഷനാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണു ഫർദർ എക്സ്പാൻഡ് ചെയ്യുന്നു, വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ മെറ്റീരിയൽ യൂണിവേഴ്സ് തുടങ്ങുന്നത് എവിടുന്നാണ്? ഈ പ്രപഞ്ചം, ഭൗതിക ലോകം തുടങ്ങുന്നത് എവിടുന്നാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് മഹാവിഷ്ണു എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പറയുന്നത് മഹാവിഷ്ണു ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ബട്ട് ആ മഹാവിഷ്ണു ഒരു സോഴ്സ് ഉണ്ട്. അത് നമുക്ക് ശ്രീമദ് ഭാഗവതത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യെസ്, മഹാവിഷ്ണു ഇസ് സുപ്രീം, നോ ഡൗട്ട്. പക്ഷെ ആ മഹാവിഷ്ണു ആൾസോ ഈസ് എ പോർഷൻ ഓഫ് ദ പോർഷൻ ഓഫ് ദ പോർഷൻ ഓഫ് ദ പോർഷൻ എന്ന് ഭാഗവതം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നൗ ആസ് ഫാർ ആസ് ദ ലിവിംഗ് എൻറ്റിറ്റീസ് ആർ കൺസേൺഡ്, they are impregnated into this material nature, and as a result of their past deeds they take different position. അപ്പൊ നമ്മൾ വരുന്നത് മഹാവിഷ്ണുവിന്, പോകുന്നതും മഹാവിഷ്ണുവിലേക്ക്. അപ്പൊ നമ്മൾ ഭഗവാനിൽ നിന്ന് വരുന്നു, ഭഗവാനിലേക്ക് പോകുന്നു. പക്ഷേ ആ പോക്കിന് തുടർച്ചയായിട്ട് വീണ്ടും വരേണ്ടി വരും. ഫൈനൽ പോക്കല്ല, അല്ലേ? ഫൈനൽ എക്സിറ്റ് അല്ല, ടെമ്പററി ആണത്. മഹാവിഷ്ണുവിലേക്ക് പോയാൽ തിരിച്ച് വരില്ല എന്ന് പറയുന്നത് തെറ്റാണ്. യെസ്, ആ ധാമിലേക്ക് പോയാൽ തിരിച്ചു വരില്ല, അത് ഭഗവാൻ പറയുന്നുണ്ട്. ന തദ് ഭാഷയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ നനിവർത്തന്തേ തദ്ധാമ പരമമ. എൻ്റെ ധാമിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല, തിരിച്ചു വരില്ല. പക്ഷെ നമ്മൾ മഹാവിഷ്ണുവിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ, മഹാവിഷ്ണു ഈ കോസലോഷനിലാണ്, പ്രപഞ്ചത്തിന്റെ ഇതിലാണ്. ആ പ്രപഞ്ചത്തിൽ ശയിക്കുന്ന മഹാവിഷ്ണു നമ്മൾ പോകുന്നു. വീണ്ടും നമ്മളുടെ ആഗ്രഹത്തിന്റെയും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ജനിക്കേണ്ടി വരുന്നു. അതാണ് ഇവിടെ പറയുന്നത് വളരെ ക്ലിയർ. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദർ പാസ്റ്റ് ഡീഡ്സ് ദ ടേക്ക് ഡിഫറെന്റ് പൊസിഷൻ. നമ്മൾ പ്യൂരിഫൈ ആയിട്ടില്ല, അതുകൊണ്ടാണ് മഹാവിഷ്ണുവിലേക്ക് പോകുന്നത്. ഫുള്ളി പ്യൂരിഫൈ ആയിട്ടുണ്ടെങ്കിൽ മഹാവിഷ്ണുവിലേക്ക് പോവില്ല. അപ്പൊ എന്താണ് സംഭവിക്കുക? Again fall down, Prabhu. അല്ല, ഫുള്ളി പ്യൂരിഫൈ ആയി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ പ്രഭു പെർമനന്റ്ലി ഗോയിങ് ബാക്ക് ടു eternally going back to Godhead. പിന്നെ തിരിച്ചു വരേണ്ട ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. So thus the activities of the material world begin. The activities of the different species of living beings are begun from the very moment of the creation. Very moment of the creation. It is not that all is evolved. The different species of life are created immediately along with the universe. അപ്പോൾ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഒന്നിനു ശേഷമല്ല മറ്റൊന്നുണ്ടാക്കിയിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ജീവൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് ശേഷം ഭഗവാൻ ആലോചിച്ചു ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ, എന്നിട്ട് ഉണ്ടാക്കിയെന്നല്ല. എല്ലാ 84 lakh സ്പീഷീസും സൈമുൾട്ടേനിയസ്ലി ഗിവൺ ബോഡീസ്. ചില സിദ്ധാന്തം അനുസരിച്ചിട്ട്
ആദ്യം അക്വാറ്റിക്സ് അല്ല ആദ്യം ട്രീസ് ആൻഡ് പ്ലാന്റ്സ് പിന്നെ അക്വാറ്റിക്സ് അങ്ങനെ അങ്ങനെ എവോൾവ് ചെയ്തിട്ട് മങ്കിയിലെത്തി മങ്കിയിൽ നിന്ന് മനുഷ്യനുണ്ടാക്കി അല്ലേ? അങ്ങനത്തെ തിയറി ഒക്കെ കേട്ടിട്ടുണ്ടാവും, ഡാർവിൻ തിയറിയും മറ്റതൊക്കെ. അപ്പൊ പ്രഭുപാദ പറയും, യെസ്, ഡാർവിൻസ് ഫോർഫാദേഴ്സ് വെർ മങ്കീസ്, വി നോ ദാറ്റ്. ഡാർവിൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെയല്ല, 84 lakh സ്പീഷീസും സൈമിൾട്ടേനിയസ് ആണ്. അതില് കൂടും കുറയുമില്ല. ഭഗവാൻ ഓരോന്നും ചെയ്യുന്നതും പെർഫെക്റ്റ് ആയിരിക്കും, മെറ്റിക്കുലസ്. ഇനി കുറച്ചുകൂടി കൂടുതൽ സോൾസിനെ നമുക്ക് ഉണ്ടാക്കാം, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം സനാതനമായിട്ട് എറ്റേണലായിട്ട് നിൽക്കുന്ന, കുറച്ച് സ്കാസിറ്റി വന്നു, കുറച്ച് സോൾസും കൂടി കൂടുതൽ ഉണ്ടാക്കാം, അങ്ങനെയൊന്നും പറയില്ല. അവിടെ ഒരു ഇംപെർഫെക്ഷനും ഇല്ല ഒരു കാര്യത്തിലും. എവറിത്തിങ് ഇസ് പെർഫെക്റ്റ് ആൻഡ് പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ആണ് ഭഗവാന്റെ. സോ മെൻ, അനിമൽസ്, ബീസ്, ബേർഡ്സ്, എവറിത്തിങ് ഇസ് സൈമിൾട്ടേനിയസ്ലി ക്രിയേറ്റഡ്. എല്ലാം സൈമിൾട്ടേനിയസ് ആണ്. ഒന്നിനു ശേഷം ഇത് കുറച്ചുകൂടി നന്നാക്കി ഉണ്ടാക്കുക, ഈ ഡിസൈൻ അത്ര പ്രോപ്പർ അല്ല, നമുക്ക് നല്ല ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല നമ്മുടെ ആളെ സൈമിൾട്ടേനിയസ്. എന്നാലേ ഈ സൃഷ്ടി, പ്രകൃതി ശരിക്കും ഫങ്ഷൻ ചെയ്യുള്ളൂ. ഓരോരുത്തരും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എവ്രി വൺ ഈസ് ഇന്റർഡിപെൻഡന്റ് അല്ലേ? എവ്രി വൺ ഈസ് ഇന്റർഡിപെൻഡന്റ്. So because everything is simultaneously created, because whatever desires that living entities had at the last annihilation are again manifested. Last annihilation എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുമ്പോൾ, ബ്രഹ്മാവിന്റെ ആയുസ് കഴിഞ്ഞാൽ മുക്തി കിട്ടാത്ത ആൾക്കാരൊക്കെ വീണ്ടും മഹാവിഷ്ണുവിലേക്ക് പോകും. ആഗ്രഹങ്ങളും കർമ്മഫലങ്ങളും ബാക്കി നിൽക്കുന്ന എല്ലാവരും മഹാവിഷ്ണുവിലേക്ക്. അത് കഴിഞ്ഞ് വീണ്ടും ബ്രഹ്മാവിനെ സൃഷ്ടിക്കുമ്പോൾ വീണ്ടും അവർ തിരിച്ചു വരും. അതാണ് പറയുന്നത്, ആഫ്റ്റർ അറ്റ് ദ ലാസ്റ്റ് annihilation are again manifested. It is clearly indicated here by the word avasam that the living entities have nothing to do with this process. നമുക്ക് യാതൊരു റോളും ഇല്ല. അത് the state of being in their past life, in the past creation, simply manifested again, and all this is done simply by his will. ഭഗവാന്റെ ജസ്റ്റ് ആഗ്രഹം, ഇച്ഛ മാത്രം. ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം എങ്ങനെ ഓട്ടോമാറ്റിക്കലി എല്ലാം നടക്കുന്നു അതേപോലെ ഇതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ദിസ് ഈസ് ദ ഇൻകൺസീവബിൾ പൊട്ടൻസി ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഇത് നമ്മുടെ അചിന്യം, ഇൻകൺസീവബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ നമ്മളുടെ ലോജിക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ ബുദ്ധിയോ യുക്തിയൊന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബിയോണ്ട് comprehension, it is inconceivable. And after creating different species of life, he has no connection with them. Adana വേറൊരു point. ഭഗവാൻ അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് he is totally aloof from everything. Totally aloof. ഞാനൊന്നും അറിഞ്ഞില്ല നാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനൊന്നും ഇതിൽ ആളെയല്ല എന്ന് പറഞ്ഞിരിക്കും. He has no connection with them. The creation takes place to accommodate the inclinations of the various living entities. And so the Lord does not become involved with it. The creation takes place to accommodate the inclinations of the various living entities. ഭഗവാന്റെ ആ ഒരു കമ്പേഷൻ ആലോചിച്ച് നോക്കണം അല്ലെ? ഭഗവാൻ അത്രയും അനുകമ്പയാണ്. അതായത് നമ്മളുടെ ഇൻക്ലിനേഷൻസിന് വേണ്ടിയിട്ട് ആണ് ഭഗവാൻ ഇതെല്ലാം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളുടെ ഇൻക്ലിനേഷൻ, നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ട് ആരാഗ്രഹം ചെയ്യാൻ. ഇപ്പൊ ഏത് ഒരു വ്യക്തിയും ഭഗവാൻ മാറ്റി നിർത്തുന്നില്ല. ഏതൊരു വ്യക്തിയുടെ ആഗ്രഹത്തിനെയും സബലീകരിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. And so the Lord does not become involved with it. അതുകൊണ്ടാണ് ഭഗവാൻ ഇതിൽ ഡയറക്ട്ലി യാതൊരു ഇൻവോൾവ്മെന്റും ചെയ്യുന്നില്ല എന്ന് പറയും. ഹരേ കൃഷ്ണ. സോ ഇനി ഈ ശ്ലോകത്തിൽ എനി കമന്റ്സ് ഓർ എനി? പ്രഭു ഹരേ കൃഷ്ണ, ഒരു സംശയമുണ്ട് പ്രഭു. അപ്പം
പ്രഭു ഒരു യൂണിവേഴ്സില് ആദ്യം ബ്രഹ്മാവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ആൻഡ് ബ്രഹ്മാവിന്റെ ലൈഫ് ടൈം കഴിയുന്ന സമയത്ത് അതോട് കൂടിയിട്ട് യൂണിവേഴ്സ് അവസാനിക്കുകയാണോ പ്രഭു? അതോ there will be another ബ്രഹ്മ also created? ആ യൂണിവേഴ്സിനെ തിരിച്ച് വിളിക്കുന്നു. Then Other- another then, new Brahma yes. will be appointed. Again, Okay. ആ ബ്രഹ്മാവിന്റെ കാലയളവ് കഴിഞ്ഞു. Hmm. ആ ബ്രഹ്മാവ് അടുത്ത ബ്രഹ്മാവ് അപ്പൊ അടുത്ത ബ്രഹ്മാവ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രഹ്മാവ് വരാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ബ്രഹ്മാവിന് പ്രൊമോഷൻ കിട്ടിയിട്ട് വേറെ എവിടേക്കും പോവാം, അല്ലെങ്കിൽ പ്യൂരിഫൈ ആയിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻ ഗോ ടു ഹിസ് അധ്യാത്മിക ലോകത്തിൽ പോകാൻ പറ്റും മുക്തി കിട്ടിയിട്ട്. പ്രഭുജി, അപ്പൊ അടുത്ത ബ്രഹ്മാവ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് വീണ്ടും നമ്മൾ ജനിക്കുന്നത് അല്ലേ? ആഗ്രഹം തീരാത്തവര് വീണ്ടും. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഇറ്റ്സ് എ പൊസിഷൻ, ഒരു പദവി മാത്രമാണ്, ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ. അപ്പോ സെയിം ബ്രഹ്മാവ് വീണ്ടും വരും തോന്നില്ല. അദ്ദേഹം ഇത്രയും നല്ലൊരു ഭക്തനാവുകൊണ്ട് he'll be liberated. He'll be liberated and go back home, back to God. അപ്പൊ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഭക്തനെ വീണ്ടും ബ്രഹ്മാവും. നമുക്ക് ഈ ബ്രഹ്മാവിന്റെ പോസ്റ്റ് നമുക്കും എത്താം. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ അത് സഫലീകരിക്കും. അങ്ങനെ ആഗ്രഹം വയ്ക്കും, ബ്രഹ്മാവണം ആഗ്രഹം വന്നാൽ മതി. അപ്പൊ അതവിടെ ഒരു വിത്ത് ഭാവി എന്നർത്ഥം, കൃഷ്ണ. ഒരു സീഡ്. പിന്നെ അതിന് നമുക്ക് യോഗ്യത വരുന്നവരെ നമ്മൾ ജനിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് ബ്രഹ്മന്റെ തേജസ് ആണ്, സ്പിരിറ്റ് ആണ്, സ്പാർക്ക് ആണെന്ന് പറയുന്നത് വൈഷ്ണവ ഫിലോസഫി. അവർ പറയുന്നത്, മറ്റവർ പറയുന്നത് അഹം ബ്രഹ്മ, ഞാൻ ഭഗവാൻ ആകുന്നു എന്നുള്ള ഒരു തരത്തിലും അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ ഐ ആം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദാറ്റ് സുപ്രീം ബ്രഹ്മൻ. ഐ ആം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദാറ്റ് സുപ്രീം ബ്രഹ്മൻ. ഞാൻ ബ്രഹ്മനാണ്, പരബ്രഹ്മനല്ല. ഞാൻ ഈശ്വരനാണ്, സുപ്രീം ഈശ്വരനല്ല, പരമേശ്വരനല്ല. നമ്മളൊക്കെ ഈശ്വരന്മാരാണ് അല്ലേ? നമ്മളൊക്കെ സർട്ടൻ ഡിഗ്രിയിൽ ഈശ്വരാണ്. വീടിനെ ഈശ്വരൻ പറഞ്ഞ കൺട്രോളർ, വീടിനെ ആരാണോ കൺട്രോൾ ചെയ്യുന്നത് അവർ ഈശ്വരൻ. ഓഫീസിനെ കൺട്രോൾ ചെയ്യുന്ന അയാളും ഈശ്വരൻ, മിനി ഈശ്വരൻ. ഒരു ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഈശ്വരൻ, അവരും മിനി ഈശ്വരൻ. പക്ഷെ സുപ്രീം ഈശ്വരനല്ല, അത് ഭഗവാൻ ഒന്നേ ഉള്ളൂ. അപ്പൊ some way or other we're all ഈശ്വരൻസ് മീൻസ് controllers, controlling a family, controlling a department, controlling an office, controlling some people, controlling this, that. അത്രേ ഉള്ളൂ. ഇവിടെ നമാമീശ്വരം സച്ചിദാനന്ദ രൂപം, നാമോദരാക്ഷരത്തിലെ നമാമി ഈശ്വരം. എങ്ങനത്തെ ഈശ്വരം? സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ഈശ്വരൻ. നമ്മൾ സച്ചിദാനന്ദ രൂപമാണോ? അല്ല. അപ്പൊ അവിടെ ഏത് ഈശ്വരനാണ് പറയുന്നത്? പരമേശ്വരൻ അല്ലേ? നമ്മളുടെ രൂപം ജഡമാണ്, ജഡം കൊണ്ടുണ്ടാക്കിയതാണ്. ആത്മാവ് സച്ചിദാനന്ദമാണെങ്കിലും കൂടിയിട്ട് നമ്മളുടെ രൂപം ജഡമാണ്. അപ്പോൾ നമ്മൾ ആരെ നമിക്കുന്നത്? ആ സച്ചിദാനന്ദ രൂപനായിട്ടുള്ള ഈശ്വരനെ. So text 9. न च मां तानि कर्माणि निबध्नन्ति धनञ्जय उदासीनावदासीनम् आसक्तं तेषु कर्मसु. न च मां तानि कर्माणि निबध्नन्ति धनञ्जय उदासीनावदासीनम् असक्तं तेषु कर्मसु. सिमी माताजी. हरे कृष्णा. न च मां तानि कर्माणि निबध्नन्ति धनञ्जया उदासीनावदासीनम् असक्तं तेषु कर्मसु. पार्वती माताजी.
न च मां तानि कर्माणि निबध्नन्ति धनञ्जय उदासीनवदासीनम् आसक्तं तेषु कर्मसु. Babita Mataji. O Dhananjaya, all this work cannot bind me. I am ever detached from all these material activities, seated as though neutral. Very good. Oh Dhananjaya, all this work cannot bind me. I am ever detached from all these material activities, seated as though neutral. അപ്പോൾ ഭഗവാൻ അർജുനോട് പറഞ്ഞ് മനസ്സിലാക്കി, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ ഇതൊന്നും ബന്ധിപ്പിക്കുന്നില്ല. അവിടെ ഈ ഭൗതിക ലോകത്ത് എന്നെ ഒന്നും ബന്ധിപ്പിക്കുക. ഐ എം ന്യൂട്രൽ. ഓക്കെ, ഞാൻ ഒരാൾക്ക് സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷസ്തി നാ പ്രിയ. ഒരാളോട് വെറുപ്പില്ല, ഒരാളോട് പ്രിയമില്ല. ഐ എം ന്യൂട്രൽ. അത് പറഞ്ഞ പോലെയാണ്, ഓ അർജുന, ധനഞ്ജയ, ഓൾ ദിസ് വർക്ക് കനോട്ട് ബൈൻഡ് മീ. എന്നെ ഇവിടെ ബന്ധിപ്പിക്കുന്നില്ല. ഐ എം എവർ ഡിറ്റാച്ച്, ഒരു ആസക്തി ഇല്ല. ഫ്രം ഓൾ ദീസ് മെറ്റീരിയൽ ആക്ടിവിറ്റീസ്, സീറ്റഡ് ആസ് ദോ ന്യൂട്രൽ. So one should not think in this connection that Supreme Personality of Godhead has no engagement. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് നമുക്ക് ഇങ്ങനെ ധരിക്കാൻ പാടില്ല, ഭഗവാന് യാതൊരു ജോലിയില്ല. ഭഗവാൻ ബോറടിച്ചിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതിന്? ഒരു ജോലിയില്ലല്ലോ, വെറുതെ ബോറടിച്ചിരിക്കുകയാണ്. നമുക്കങ്ങനെ തോന്നില്ലേ? ഒന്നും ചെയ്യല്ല, ബോറടിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരെയൊക്കെ ടെലിഫോൺ ചെയ്ത് സംസാരിക്കപ്പോ ജോലി. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ എപ്പോഴും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു, സേവനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ഭക്തന്മാരെ ഭഗവാൻ സേവിക്കുന്നുണ്ട്, തൻ്റെ മക്കളെ ഭഗവാൻ സേവിക്കുന്നുണ്ട്, അല്ലേ? ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് എല്ലാം ഭഗവാന്റെ ഇച്ഛ കൊണ്ട്, ഭഗവാന്റെ ആഗ്രഹം കൊണ്ട്. ഇതെല്ലാം ആർക്കും വേണ്ടിയിട്ട് നമ്മൾ ഭഗവാൻ ഫുള്ളി എൻഗേജ് തന്നെ. പക്ഷെ നമ്മളെ പോലെ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനോ ആ വലിയ ഒരു ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആള്, ഇത്രയും വലിയ ഒരു സ്ഥാനം എടുക്കണമെങ്കിൽ ഭയങ്കര എഫേർട്ട് എടുക്കണ്ടേ? അതേപോലെ ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ തലയിൽ കയറ്റി വെക്കുകയല്ല ഭഗവാൻ ചെയ്യുന്നത്. അത്ര എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യം. ഭഗവാന്റെ ജസ്റ്റ് ആ ഒരു ഇച്ഛ മാത്രം മതി, എല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം he is totally aloof from that എന്നാണ് പറയുന്നത്. In his spiritual world, it's always engaged. It's always engaged. In the Brahma Samhita 5.6 it is said, Atma Ramasya Tasyasti Prakrtyasa Samagama. Is always involved in his eternal blissful spiritual activities. അദ്ദേഹത്തിന്റെ ലീലകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. So he is enjoying with his devotees. But he has nothing to do with these material activities. Material activities are being carried on by his different potencies. ഭൗതിക ലോകത്തിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ആർക്ക് എനർജീസിന് വിട്ടുകൊടുത്തു. ആൻഡ് ഹി ഈസ് എൻജോയിങ് വിത്ത് ഹിസ് പ്യൂർ ഡിവോട്ടീസ് ഇൻ ദ സ്പിരിച്വൽ വേൾഡ്, പ്ലേയിങ് വിത്ത് ദം ഇൻ ഡിഫറെന്റ് രസാസ്. എല്ലാ രസത്തിലും എൻജോയ് ചെയ്യാണ് ഭഗവാൻ. ആ രസങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ലീലകൾ ആടുമ്പോൾ ഭഗവാൻ ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ ഭൗമ്യ വൃന്ദാവനത്തിൽ വരുമ്പോൾ ഭഗവാൻ അതെല്ലാം ആസ്വദിക്കുന്നുണ്ട് തൻ്റെ ഭക്തന്മാരോട് കൂടിയിട്ട്. പക്ഷെ ആ ലീലകളിൽ കൂടെ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും തരുന്നു. എങ്ങനെ ഇവിടുന്ന് തിരിച്ച് ഭഗവത്ധാമിലേക്ക് പോവാം, അതിനുള്ള ഗൈഡൻസും ഇൻസ്പിറേഷനും ഒക്കെ ഭഗവാൻ നമുക്ക് തരുന്നു. കാരണം ഹി ഈസ് ആൾസോ കൺസേൺഡ് about us. So, but he has nothing to do with his material activities. Material activities are being carried on by his different potencies. The Lord is always neutral in the material activities of the created world. Neutral ആയിട്ട് ഒരു പക്ഷപാതമില്ലാണ്ട് നിൽക്കുന്നത്. This neutrality is mentioned here with the word Udasinavat. Although he has control over every minute detail of material activities, he is sitting as if neutral. ഒരു ജഡ്ജ്, ഒരു കോർട്ടിലെ ജഡ്ജ് എങ്ങനെ ന്യൂട്രൽ ആയിരിക്കുന്നത്, അല്ലെ? ഒരു പാർട്ടിയുടെയും സൈഡിലല്ല. അതേപോലെ ഭഗവാനും
ന്യൂട്രൽ ആണ്. The example can be, ഇവിടെ ഇമ്മീഡിയറ്റ്ലി അതന്നെ പറഞ്ഞത്. ഞാൻ വായിച്ചിട്ടല്ല പറഞ്ഞിട്ടോ. ഞാൻ കണ്ടിട്ടല്ല പറഞ്ഞത്. The example can be given of a high court judge sitting on his bench. By his order, so many things are happening. Someone is being hanged, someone is being put into jail, someone is awarded a huge amount of wealth, but still he is neutral. He has nothing to do with all that gain and loss. Similarly, the Lord is always neutral, although he has his hand in every sphere of activity. ഭഗവാൻ അറിയാതെ ഒരു കാര്യം നടക്കില്ല. ഭഗവാന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. അപ്പൊ ഞാൻ ഒരു മഴ എടുത്തിട്ട് ഒരു മരം വെട്ടുന്നു. അപ്പൊ ആരാണ് മരം വെട്ടുന്നത്? ആരാണ് മരം മുറിക്കുന്നത്? ഞാനാണോ, എൻ്റെ കൈയാണോ, അതോ മഴുവാണോ? പ്രഭു 3 പേരും കൂടിയിട്ടാണ് പ്രഭു. ഓക്കെ, ആ 3 പേരിലെ 3 പേരും ആരുടെ പൊസിഷൻ എടുക്കുന്നത്? ഞാൻ ആരാണ്? ഞാൻ ഭഗവാൻ, സുപ്രീം ലോർഡ്. എൻ്റെ കയ്യ് ജീവ, മഴു പ്രകൃതി. ഞാൻ ആരാണ്? ഭഗവാൻ. കയ്യ് ജീവ, മഴു പ്രകൃതി. അപ്പൊ ഇത് 3 കൂടിയും വന്നാൽ മാത്രം. ഞാൻ ആഗ്രഹിക്കണം. ഞാൻ ആഗ്രഹിക്കാണ്ട് എൻ്റെ കൈ പൊങ്ങില്ല. എൻ്റെ കൈ പൊങ്ങാതെ മഴു മരത്തിനെ വെട്ടില്ല അല്ലേ? അപ്പൊ ആരാണ് സാങ്ഷണർ? ലോർഡ്, സുപ്രീം ലോർഡ് ഇസ് സാങ്ഷണർ. സുപ്രീം ലോർഡിന്റെ സാങ്ഷൻ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭഗവാന്റെ കയ്യ് ഓരോ ആക്ടിവിറ്റിയിലും നമ്മൾ കാണണം. നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മളുടെ കഴിവാണ്, ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് ചെയ്യുന്നു, എൻ്റെ എഫേർട്ടാണ്. യെസ്, പ്രഭു പറഞ്ഞ പോലെ നമ്മുടെ എഫേർട്ടും ഉണ്ട്, ഇല്ലാന്നില്ല. വി ആർ ദ ഇമ്മീഡിയറ്റ് ഡൂവർ. There is an intermediate doer. There is an ultimate doer. Ultimate doer ആണ് ഭഗവാൻ. ഇന്റർമീഡിയറ്റ് ഡൂവർ ആണ് പ്രകൃതി. ഇമ്മീഡിയറ്റ് ഡൂവർ ആണ് ഞാൻ. അപ്പൊ ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ഒരു ആക്ടിവിറ്റി നടക്കില്ല. ഇൻ ദ വേദാന്ത സൂത്ര ഇറ്റ് is stated, വൈഷമ്യ നൈഗൃണ്യേന, he is not situated in the dualities of this material world. ദ്വന്ദ്ങ്ങളില് അദ്ദേഹം അകപ്പെടുന്നില്ല. എന്താണ് ദ്വന്ദ്ങ്ങൾ? നമ്മളെല്ലാവരും ദ്വന്ദ്ങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. സുഖം, ദുഃഖം, നല്ലത്, ചീത്ത, തണുപ്പ്, ചൂട്, അല്ലെ? ഇതെല്ലാം ദ്വന്ദ്ങ്ങള്. ജയം, പരാജയം, ഇതെല്ലാം ദ്വന്ദ്ങ്ങൾ. ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട് ഇൻ വേരിയിങ് ഡിഗ്രീസ്. ഓരോരുത്തരുടെ ആ ഒരു സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തില് നമ്മളെ ബാധിക്കും. നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പണം ചെയ്തിട്ടാണെങ്കിൽ നമ്മളത് ബാധിക്കില്ല. നമ്മൾ ദ്വന്ദ്ങ്ങളിൽ നിന്നും മുകളിലായിരിക്കും. അല്ല, പൂർണ്ണ സമർപ്പണം മനോഭാവം ഇല്ലെങ്കിൽ നമ്മളുടെ ഡിഗ്രി ഓഫ് സറണ്ടറൻസ് അനുസരിച്ചിട്ട് നമ്മുടെ ഈ ദ്വന്ദ്ങ്ങൾ ബാധിക്കും. നിർമാണമോഹ എന്താണത്? ജിതസംഘദോഷ അധ്യാത്മ നിത്യാവിനിവൃത്ത കാമ ദ്വന്ദ്വേർ വിമുക്ത സുഖ ദുഃഖ സംനേർ ഗച്ഛന്ത്യ മൂഢാ പദം അവ്യയം തത്. നിർമാണ മോഹ ജിതസംഘദോഷ, അതായത് മാനം അപമാനം ഒന്നും പാടില്ല. ദ്വന്ദ്വേർ വിമുക്ത സുഖ ദുഃഖ സംനേർ, ദ്വന്ദ്ങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരായിരിക്കണം. സുഖം, ദുഃഖം, അങ്ങനത്തെ ഒരാൾക്കെയാണ് ഭഗവാന്റെ ആ പാതാരത്തിലെത്താൻ പറ്റും. ഗച്ഛന്തി അമൂഢ പദം അവ്യയം. ഗച്ഛന്തി മീൻസ് അറ്റൈൻസ്. അമൂഢ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂഢ എന്ന് പറഞ്ഞാൽ ഫൂൾസ്, അമൂഢ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ്. അപ്പൊ ആരാണ് ഭഗവാന്റെ ആ പാതാരത്തിലെത്തുന്നത്? ഗച്ഛന്തി അമൂഢ പദം അവ്യയം. ആ ഇന്നോക്സ് നശിക്കാത്ത ആ സ്ഥലത്തേക്ക്, വൈകുണ്ഠത്തിലേക്ക് എത്തുന്നത് ഡ്യുവാലിറ്റിയില്, ദ്വന്ദ്ങ്ങളിൽ അകപ്പെടാത്ത
ആത്മാക്കൾ മാത്രം. സുഖം ദുഃഖം മാനം അപമാനം ജയം പരാജയം ഇതിന്ന് മുക്തരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ. So he is transcendental to these dualities, nor is he attached to this creation and annihilation of this material world. The living entities take their different forms in the various species of life according to their past deeds, and the Lord doesn't interfere with them. Lord doesn't interfere with them. ചൈതന്യ മഹാപ്രഭു നാളിൽ പോയ സമയത്ത് ചൈതന്യ മഹാപ്രഭു ഗോപാൽജിയെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഗോപാൽജി എവിടെയാണ് ഗോപാൽജി ഉണ്ടായിരുന്ന അന്ന്? ഗോവർദ്ധൻ ഹില്ലന്റെ മീതെ മാധവേന്ദ്രപുരി എവിടെയാണ് സ്ഥാപിച്ചത്? പക്ഷെ ചൈതന്യ മഹാപ്രഭു ഗോവർദ്ധൻ ഈസ് ഹരിദാസ് വര്യ. ആ ഹരിദാസ് വര്യന്റെ മുകളിൽ എങ്ങനെ കാല് വെക്കുക. അപ്പൊ മോളിക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ ചവിട്ടി പോണ്ടേ, ഭഗവാന്റെ മീതെ ചവിട്ടി പോണ്ടേ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാ? അപ്പൊ ഗോപാൽജി ഒരു ഇതെടുത്തു, ചൈതന്യ മഹാപ്രഭുവിന് ദർശനം കൊടുക്കണ്ടേ. അപ്പൊ മെസ്സേജ് കൊടുത്തയച്ചു. അതായത് മുഗൾമാര് മുസ്ലിംസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്, എന്നെ അവിടുന്ന് ഒളിപ്പിക്കാൻ. മുസ്ലിംസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്, അതുകൊണ്ട് എന്നെ അവിടുന്ന് ഉടനെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഡേറ്റ് കൊടുന്നു താഴേക്ക്. അങ്ങനെ ഭഗവാന് ദർശനം കൊടുത്തു, അതായത് ചൈതന്യ മഹാപ്രഭുവിന് ദർശനം കൊടുത്തു. ഭഗവാൻ തന്നെയാണ് ഭക്തന്മാരുടെ ഹൃദയത്തിലിരുന്ന് പറയുന്നത് തന്നെ ചെയ്യാൻ. ഭഗവാന്റെ ഇതില്ലാണ്ടത് നടക്കില്ല. അപ്പൊ ഭഗവാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഭഗവാൻ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യും. രാമാനുജാചാര്യര് ഒരു പ്രാവശ്യം ഒരു മുസ്ലിം രാജാവിന്റെ മകളുടെ അസുഖം ക്യൂർ ചെയ്തു. അദ്ദേഹം എല്ലാ ടെമ്പിൾസും നശിപ്പിച്ച് ഡേറ്റീസിനെല്ലാം അപഹരിച്ച് സ്വർണം അതും അവരുടെ ആഭൂഷണങ്ങളെല്ലാം അപഹരിച്ച് എന്നുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ എന്തോരു ഇതില് അദ്ദേഹത്തിന്റെ മകൾക്ക് എന്തൊരു വലിയൊരു അസുഖം അത് രാമാനുജാചാര്യ അസുഖം മാറ്റി കൊടുത്തു. അപ്പോ ഇൻ റിട്ടേൺ എന്താണ് എന്തെങ്കിലും പ്രതിഫലം എന്തായാലും ചെയ്യാം, എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ രാമാനുജാചാര്യ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഇതല്ല ഒരുപാട് ഡേറ്റീസ് ഒക്കെ ഉണ്ട്, അതിലൊരു ഡേറ്റി വേണമെന്ന് പറഞ്ഞു. അത് രാമാനുജാചാര്യരുടെ ഇതിലത്തെ ഡേറ്റിയാ. അപ്പോ അവിടെ ചെന്നപ്പോ ആയിരക്കണക്കിന് ഡേറ്റീസ് ആണ് അവിടെ അപഹരിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെ മനസ്സിലാവും ഏതാ ഡേറ്റ്? അപ്പൊ രാമാനുജാചാര്യ വളരെ സ്നേഹത്തോട് എന്തോ ഒരു പേരുണ്ട്, അത് മൈ ഡിയർ, ആ ഡേറ്റിന്റെ പേര് പറഞ്ഞിട്ട് വിളിച്ചപ്പോ ആ ഡേറ്റ് നടന്നു വന്നു. ഡേറ്റ് നടന്നു വന്നിട്ട് രാമാനുജാചാര്യ ഒക്കത്ത് കയറിയിരുന്നു. ലെറ്റ് us മൂവ് ഫാസ്റ്റ്, വി കനോട്ട് ട്രസ്റ്റ് ദിസ് കിങ്, ഹി മേ അറ്റാക്ക് us എനി ടൈം. വേഗം ഇവിടുന്ന് സ്ഥലം വിടാൻ വേണ്ടിയിട്ട് ഡേറ്റ് രാമാനുജാചാര്യ പറഞ്ഞു. അവിടുന്ന് അവർ വേഗം സ്ഥലം വിട്ടു എന്ന് പറഞ്ഞു. ഡേറ്റ് റെസിപ്രിക്കേറ്റ്സ്. നമ്മൾ പറയും ഓക്കെ ഭഗവാൻ എന്തുകൊണ്ട് ഇതിനെ തടുക്കുന്നില്ല ഓരോരുത്തർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ? കാരണം അവർ ഇരിക്കാൻ കാരണം തൻ്റെ ഭക്തന്മാർക്ക് സേവ വേണ്ടേ. എല്ലാം ഭഗവാൻ ചെയ്ത പിന്നെ നമ്മളെന്താ ഭക്തന്മാരെന്താ ചെയ്യുക? അപ്പൊ ഭക്തന്മാർക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഇങ്ങനെ ഉള്ള ചില ലീലകളൊക്കെ. അപ്പൊ അത്രയും ആ ഒരു സ്നേഹത്തോടുകൂടി പ്രേമത്തോടുകൂടി ഭഗവാനെ കാത്ത് സംരക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും ആ ഭക്തന്മാര് കയറെടുക്കുന്നു. അതിൽ കിട്ടുന്ന ആനന്ദം ആണ്, അത് ആസ്വദിക്കുകയാണ് ഭഗവാൻ ഡേറ്റി ഫോമിനും കൂടിയിട്ട്. ഭഗവാൻ അതിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യില്ല ഒരു കാര്യത്തിലും. അതതിൻ്റെ ആ ഒരു പ്രകൃതി നിയമത്തിന് വിട്ടുകൊടുക്കുക. അതവിടെ പറയുന്നത് ഹി ഡസ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദം. നമ്മൾ പറയുന്നു, നമ്മൾ ചില ആൾക്കാർ പറയും ഭഗവാനെ രക്ഷിച്ചുകൂടെ, ഭഗവാൻ അത് ചെയ്തുകൂടെ, ഇത് ചെയ്തുകൂടെ. ഹി വിൽ നോട്ട് ഇന്റർഫിയർ. അത് നമ്മളുടെ ആ കർമ്മത്തിന്റെ അനുസൃതമായിട്ട് അത് വന്നും പോയിക്കൊണ്ടിരിക്കും. വളരെ ക്ലിയർ ഇതിന്റെ the living entities take their different forms in the various species of life according to their past deeds, and the Lord does not interfere with them. അങ്ങനെ ഓരോന്നിലും ഭഗവാൻ ഇന്റർഫിയർ ചെയ്യാൻ പോയാൽ
ആ പ്രകൃതി നിയമം തെറ്റിച്ചില്ലേ? ചില ആൾക്കാർ പറയും തന്റെ ഭഗവാൻ പല ആൾക്കാർ മറ്റേക്ക് ചെയ്യുന്നു, മോഷണം ചെയ്യുന്നു. തന്റെ അമ്പലത്തിനെ രക്ഷിക്കാൻ പറ്റാത്ത ഭഗവാനാണെന്ന് ചോദിക്കും. ആ ഭഗവാനെ രക്ഷിക്കാനുള്ള ആ റെസ്പോൺസിബിലിറ്റി ഭക്തന്മാരുടെയാണ്. ഭക്തന്മാരാ രക്ഷിക്കേണ്ടത്. ഭഗവാൻ ഒരു കുട്ടിയെ പോലെ നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഭക്തന്മാരെ രക്ഷിക്കണം. ഒരു പ്രാവശ്യം കൽക്കത്തയിലാണ് ചിപ്പിവാടയിലിട്ട് പ്രഭുപാദ സ്റ്റെയർ കേസ് മുകളിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് മുകളിൽ പോയിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ ഒന്ന് കാല് സ്ലിപ്പായി. അപ്പൊ ഡിവോട്ടീസ് പിന്നിലുണ്ട്, മുമ്പിലുണ്ട്. പ്രഭുപാദ പ്ലീസ് ടേക്ക് കെയർ, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ടേക്ക് കെയർ, നോട്ട് മീ. പ്രഭുപാദ ഉണ്ണി പറഞ്ഞു, ഞാനല്ല എന്നെ നോക്കേണ്ടത്, നിങ്ങളാണ് എന്നെ നോക്കേണ്ടത്. അതാണ് ഇവിടെ ഭഗവാനെ നോക്കി രക്ഷിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത് ഭക്തന്മാരുടെ കടമയാണ്. പല ആൾക്കാർക്കും ഇങ്ങനെ സംശയം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ മുകളിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ചെയ്യാമായിരുന്നില്ല, ഇത് ചെയ്യാമല്ലേ, ഭഗവാന്റെ ശക്തിയില്ലേ, അതില്ലേ, അതൊന്നും കാണുന്നില്ലല്ലോ. ഭഗവാൻ ശക്തി കാണിക്കേണ്ട സമയത്ത് കാണിക്കുക തന്നെ ചെയ്യും. പക്ഷെ എല്ലാ സമയത്ത് he will just be neutral, he will not interfere. എവിടെ ആവശ്യമുണ്ടോ ഭക്തന്മാരെ, എസ്പെഷ്യലി ഭക്തന്മാരെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് ചെയ്തിരിക്കും. പൂന്താനം ഒരു ദിവസം രാത്രി ലൈറ്റായിട്ട് ഗുരുവായൂരിലേക്ക് വരുന്ന സമയത്ത്, അപ്പൊ ഡെക്കോയിറ്റ്സ് പിന്നാലെ കൂടി, ഇദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ എന്തൊക്കെയുണ്ട് വിചാരിച്ചിട്ട് കൂടിത്തരേ ഡെക്കോയിറ്റ്സ് കൂടി അയാളെ പിന്നാലെ ഇത് ചെയ്യാൻ പറഞ്ഞു. അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് മങ്ങാട്ടച്ചൻ എന്ന് പറഞ്ഞാൽ സാമൂതിരി രാജാവിന്റെ അന്നത്തെ പടനായകനോ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ അവര് ചിലപ്പോ പെട്രോളിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും, ഈ വല്ലവരും ആക്രമിക്കാൻ വരുന്നതൊക്കെ. അപ്പൊ മങ്ങാട്ടച്ചൻ വന്നിട്ട് ഈ ഡെക്കോയിറ്റ്സിനെ തുരത്തി ഓടിപ്പിച്ചു, ഇദ്ദേഹത്തിനെ രക്ഷിച്ചു. അപ്പോ ആ സന്തോഷത്തില് പൂന്താനം തൻ്റെ ഒരു മോതിരം എടുത്തിട്ട് മങ്ങാട്ടച്ചന് കൊടുത്തു. മങ്ങാട്ടച്ചൻ പറഞ്ഞു, വേണ്ട അല്ലല്ലേ, ഇരുന്നോട്ടെ, നിങ്ങൾ എന്നെ സഹായിച്ചല്ലേ, എന്നെ രക്ഷിച്ചല്ലേ, ഇരിക്കട്ടെ പറഞ്ഞിട്ട് കൊടുത്തു സന്തോഷം. മങ്ങാട്ടച്ചൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ ദർശനത്തിന് പോയ സമയത്ത് ഭഗവാൻ നമ്മുടെ പൂജാരി വിളിച്ച് പറഞ്ഞു, ഇതാ ഒരു മോതിരം ഉണ്ട്, ഇത് നമ്മുടെ പൂന്താനം വരുമ്പോൾ കൊടുക്കണം പറഞ്ഞിട്ട് അവിടെ വെച്ചു അത്രേ. പൂന്താനം വന്ന് പറഞ്ഞു, ഇതാ ഒരു മോതിരം തന്നിട്ടുണ്ട്, അങ്ങേക്ക് തരാൻ വേണ്ടി. മോതിരം തന്നിരിക്കും. ആര് മോതിരം തന്നു? നോക്കുമ്പോ എന്താ മങ്ങാട്ടച്ചന് കൊടുത്ത. മങ്ങാട്ടച്ചന്റെ രൂപത്തിൽ ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് ഇദ്ദേഹത്തിനെ രക്ഷിച്ചാണ്. അങ്ങനെയാണ്. അപ്പൊ ആ മോതിരം തിരിച്ച് പൂന്താനത്തിന് കൊടുത്തു. അപ്പൊ ഭഗവാൻ തന്റെ കാര്യത്തില് ഒരു ക്യൂരിയോസിറ്റി, ഒരു ആങ്സൈറ്റി ഒന്നുമില്ല. അത് ഭക്തന്മാർ നോക്കണം. പക്ഷെ ഭക്തന്മാരുടെ കാര്യം വരുമ്പോൾ ഭഗവാൻ അത് വളരെ നന്നായിട്ട് ചെയ്യും, ഹാൻഡിൽ ചെയ്യും. എവിടെ ഇന്റർഫിയർ വെച്ചാൽ അവിടെ ഇന്റർഫിയർ ചെയ്യുന്നേ ചെയ്യും. അതല്ലേ അർജുനനെ എന്ന് ഞാൻ വധിക്കും എന്ന് ശപഥമെടുത്തപ്പോ ഭീഷ്മപിതാമൻ ആ തൻ്റെ പ്രതിജ്ഞയും കൂടിയും ലംഘിച്ചിട്ട് ആയുധമെടുത്തു ചാർജ് ചെയ്തു ഭീഷ്മപിതാമന്റെ നേരെ. ഭഗവാനോട് പറയുന്നത് എന്താണ്? Lord does not interfere with them, but he interferes when it comes to devotees. ആണ് ഭഗവാൻ. Hare Krishna. So any questions or any comments? ഹരിബോൾ പ്രഭു. അടുത്തത് 10 എടുക്കണോ? അത് അടുത്ത ക്ലാസ് എടുത്താൽ മതി. 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. സോ വിൽ വൈൻഡ് അപ്പ് ഹിയർ. Then we'll open for question and answer. Hare Krishna. Vancha Kalpata Rupesha Kripa Sindhu Bhyavacha Patitanam Pavanebhyo Vaishnavebhyo Namo.
अनंत कोटि वैष्णवी की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे, हरि हरि हरे कृष्ण।